ചില ആളുകൾ പറയുന്ന വാചകം കേട്ടിട്ടില്ലേ, ഞാൻ എന്തിനാ ബാക്കിയുള്ളതൊക്കെ നോക്കണേ, ഞാൻ എൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തിയാൽ പോരെ, ബാക്കിയുള്ളവരുടെ കാര്യം നോക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയലുണ്ട്. ആ രീതി ശരിയാണോ? ആ രീതി ശരിയല്ലല്ലോ. ആ രീതി ശരിയല്ലല്ലോ. ചില ആളുകൾ അങ്ങനെയുണ്ട്, ഞാൻ ഇങ്ങനെ പോവുള്ളൂ, എൻ്റെ സംസാരം ഇങ്ങനെയാണ്, എൻ്റെ ശൈലി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പോവുള്ളൂ, അതിന് പറ്റുന്നവർ എന്നോട് മിണ്ടിയാൽ മതി, അതിന് പറ്റുന്നവർ എന്നോട് കൂട്ടുകൂടിയാൽ മതി, എനിക്കിന്നെ റബ്ബിനെ ബോധ്യപ്പെടുത്തിയാൽ പോരെ, ഞാൻ എങ്ങനെ നിങ്ങളെ ആരും അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരെ വിചാരം അത് വലിയൊരു ക്രെഡിബിലിറ്റിയാണ്. അത് കിബറാണ്. അത് ക്രെഡിബിലിറ്റി ഒന്നല്ല, അത് വലിയ പ്രിവിലേജ് ഒന്നല്ല, അത് കിബറാണ്. അതൊക്കെ മാറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ചൊരു 4 ആള്, അയ്യോ അയാൾ പോയത് മോശമായി പോയി, അയാൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ അയാളെ കുറിച്ച് നടന്നിരുന്നു, അയാളുണ്ടെങ്കിൽ അതിലൊക്കെ ഉഷാറായിരുന്നു പറഞ്ഞാൽ വജബത്തു ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമായി എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്തുകൊണ്ടത് പറയാനുള്ള കാരണം, ഒരു അമല് ചെയ്യുന്നത് മറ്റുള്ളവർ കാണാനോ മറ്റുള്ളവരുടെ തൃപ്തിക്കോ വേണ്ടിയല്ല, അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് കരുതി മനുഷ്യരോട് മോശമായിട്ട് പെരുമാറാൻ പറ്റൂല. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? മനുഷ്യരോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്ന ആളാണല്ലേ. മനുഷ്യരോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്ന ആളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. അതുകൊണ്ടാണ് മഹത്തുക്കൾ പാടി വെച്ചല്ലോ, എന്താ പാടിയത്, ഖുൽ ഇദാ ഖുൽത ഖൗലൻ ലയ്യിനാ, ആരോടെങ്കിലും നീ സംസാരിക്കുകയാണെങ്കിൽ ഖൗലൻ ലയ്യിന, വളരെ സോഫ്റ്റായി മൃദുവായിട്ട് സംസാരിക്കണം. അഷ്റഫുൽ ഖൽഖായ തങ്ങളുടെ ജീവിതം നോക്കി ആരെങ്കിലും വിളിക്കുമ്പോൾ യാ ബുനയ്യ, ഓ മോനെ, ഇങ്ങനെ നല്ലൊരു സംസാരത്തിന്റെ ശൈലിയിൽ സംസാരിക്കണം. പരുഷമായിട്ട് ഒരാളോട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. എന്തെങ്കിലും പറയുമ്പോൾ ആണ് ഈ ആരാ, ഞാൻ തന്നെ വലിയ ആള്, ആ രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. അത് കിബറാണ്, അത് അഹങ്കാരാണ്. ഒരാളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇദാ ഖുൽത ഖൗലൻ ലയ്യിന, സോഫ്റ്റായി മൃദുലമായി സംസാരിക്കണം. എന്നാലോ വബിഹി മാലത് ഇലൈക ഖുലൂബുൻ നാസി കുല്ലിഹിം, അങ്ങനെ സോഫ്റ്റായി നീ സംസാരിച്ച ജനങ്ങളുടെ ഹൃദയം നിന്നിലേക്ക് ഇങ്ങനെ അടുത്തിങ്ങനെ വരും. ചില ആളുകൾക്ക് സംസാരിക്കാൻ മടിയാണ്. എന്താ, അടുത്ത് സംസാരിച്ചാൽ കടിച്ചു കീറാൻ വരും, അടുത്ത് സംസാരിച്ച ആൾക്ക് ചിരിക്കാൻ കഴിയില്ല, അടുത്ത് സംസാരിച്ച് അങ്ങനെ കഴിയില്ല എന്നൊക്കെ പറയും. അത് മാറ്റണം. ഇദാ ഖുൽത ഖൗലൻ ലയ്യിന, ഭാര്യമാരോട് എപ്പോഴും കർക്കശത്തോടു കൂടി സംസാരിക്കണം എന്നുള്ളതൊന്നുമല്ല. കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചാൽ കുട്ടികളുടെ ചിരിക്കാതെ ടൂർ പോട്ടെ ചോദിച്ചാൽ ടൂർ പോണ്ട, ഇങ്ങനത്തെ തീരുമാനം പറയാനൊന്നുമല്ല പറഞ്ഞത്. നല്ല സോഫ്റ്റ് ആയിട്ട് പെരുമാറണം, കുട്ടികളോടും പെരുമാറണം, ഭാര്യമാരോടും പെരുമാറണം, കൂട്ടുകാരോടൊക്കെ നല്ല ഇദാ ഖുൽത ഖൗലൻ ലയ്യിന, വളരെ സോഫ്റ്റായി പെരുമാറാൻ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ നല്ല സംസാരം വേണം. അങ്ങനെ നല്ല സംസാരം ഇല്ലാതെ ഞാനതിനൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞു, അത് കിബറാണ്. ആ കിബറിന് നമ്മൾ ഒഴിവാക്കി വെക്കുക വേണം. എന്താണ് കിബർ എന്ന് പറഞ്ഞാൽ? മഹത്തുക്കൾ പഠിപ്പിച്ചല്ലോ, കിബർ എന്ന് പറഞ്ഞാൽ എന്താ, ബത്റുൽ ഹഖ്, സത്യത്തെ മറച്ചു വെക്കും. എന്നിട്ടോ രണ്ടാമത്തെ എന്താ, വഗംതുൻ നാസി, ജനങ്ങളെ എന്താക്കും, അവഗണിക്കും. ഇതാണ് കിബർ എന്ന് പറഞ്ഞാൽ. ഗസാലി ഇമാം ഇഹ്യയിൽ പറഞ്ഞു, ഒരു മനുഷ്യന് കിബറുണ്ട് എന്ന് മനസ്സിലാക്കാൻ അടയാളം എന്താണ് അവിടെ പറയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്, ഒരാൾ ചെയ്ത കാര്യം തെറ്റാണ്, അത് അവനക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. നീ ചെയ്ത കാര്യം തെറ്റാണ് എന്ന് അവനക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അത് അംഗീകരിക്കാതെ നടക്കുന്നവൻ, അവനക്ക് കിബർ, അതിന്റെ അർത്ഥം കിബർ ഉണ്ട് എന്നുള്ളതാണ്. മോനെ, നീ ചെയ്ത കാര്യം തെറ്റാണ്, അത് തിരുത്തപ്പെടേണ്ട കാര്യമാണ് എന്ന് ഒരു മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ മനുഷ്യൻ അതിന് പിന്നെ കുറെ ന്യായങ്ങളെ കണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു നടന്നാൽ അവനക്ക് കിബറുണ്ട് എന്നുള്ളതാണ്. കിബർ ഒഴിവാക്കണം. കിബറും കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റൂല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുള്ളൂ, വേണമെങ്കിൽ മതി എന്നൊക്കെ പറയുന്ന സംസാരം ഉണ്ടല്ലോ, അതൊക്കെ കിബറാണ്. അതൊക്കെ ഒഴിവാക്കണം. കിബറില്ലാത്ത മനുഷ്യരാകണം. എന്തിനാ കിബറും വെച്ച് നടക്കുന്ന? ഒരാളോടൊന്ന് ചിരിച്ച് സംസാരിച്ച് എന്താ കുഴപ്പം? അള്ളാഹ് എങ്ങനെ നമ്മുടെ കിബർ വെച്ച് നടന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചോ കൊണ്ടു ആകെ ഇടങ്ങാറായി പോയിന്ന്. ഈ ചെയ്ത സംഭവത്തിനൊക്കെ, നിസ്കരിക്കാത്തിനും നോമ്പോൽക്കാത്തിനൊക്കെ തോന്നിയ രൂപത്തിലേക്കാണ് നടന്നിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് കിബർ വെച്ചിരിക്കുകയാണുണ്ടല്ലോ, നീച്ച നടക്കൂല നമ്മോട്. അപ്പൊ അതുകൊണ്ട് കിബറൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പോകേണ്ടവരാണ് എന്ന ഒരു ബോധ്യം വേണം.